വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഡെയിലി ഗ്രോത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പല ആൾക്കാരും ചോദിച്ചു തുടങ്ങി, മോട്ടിവേഷണൽ ട്രെയിനർ ആവാനോ മറ്റോ ആണോ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ആണല്ലോ വീഡിയോയിൽ കൂടുതൽ കാണുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാൻ സ്വയം ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, മോട്ടിവേഷൻ എന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ചിലപ്പോൾ ഞാൻ യോഗ്യനായിരിക്കില്ല. കാരണം വളരെ അച്ചടക്കമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുമാത്രമല്ല, മോട്ടിവേഷൻ എന്ന കൺസെപ്റ്റിൽ എനിക്ക് അധികം അങ്ങോട്ട് വിശ്വാസമില്ല. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തത്, മോട്ടിവേഷൻ എന്നത് വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കഥ കേട്ടു, നമുക്കൊരു സഡൻ എനർജി എവിടെ നിന്നോ വരും. അത് നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ, അതിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതെയായിപ്പോൾ. അപ്പോൾ വളരെ ഷോർട്ട് ടൈം ആയിട്ടുള്ളൊരു കാര്യമാണത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു ആക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള പരിശ്രമമാണ് വേണ്ടത്. ഒന്നാമത്തെ പരിശ്രമം എന്ന് പറയുന്നത് ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്യുക, ആ വീഡിയോ എഡിറ്റ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക, അങ്ങനെയുള്ള പരിശ്രമമാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പരിശ്രമം എന്ന് പറയുന്നത്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആലോചിക്കും. ഈ വീഡിയോ എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണം, ഈ വീഡിയോ ഷൂട്ട് ചെയ്യണോ, ഇന്ന് ചെയ്യുന്നത് ഉചിതമാണ്, ഇന്നിപ്പോൾ ലൈറ്റ് കുറവാണ്, അതുകൊണ്ട് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, എങ്കിലും വെറുതെ ഇങ്ങനെ ആലോചിക്കും. അപ്പം അതിനും വളരെയധികം എനർജി ആവശ്യമാണ്. ഇപ്പോൾ ചില ദിവസങ്ങളിൽ കണ്ടിട്ടില്ലേ, നമ്മൾ മറ്റൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അന്ന് നമുക്ക് ഭയങ്കര ക്ഷീണം കൂടുതലായിരിക്കും. വളരെ എനർജി സക്കിങ് ആയിട്ടുള്ളൊരു മെഷീനാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള എനർജിയും കൂടെ മോട്ടിവേഷനിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മോട്ടിവേഷൻ പരാജയപ്പെട്ടെടുത്ത് നമ്മുടെ മുന്നിലേക്കുള്ള കാര്യങ്ങൾ, ഈ വളരെ ചെറിയ കാലഘട്ടത്തിലുള്ള ഈ ഒരു ജീവിതത്തിൽ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എന്താണൊരു വഴി, അത് നോക്കിയപ്പോഴാണ് ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ നിന്നൊരു ആശയം കിട്ടിയത്. അപ്പോൾ ശീലങ്ങളാണ് ഏറ്റവും അധികം ശക്തിയുള്ള കാര്യം. 27 വയസ്സിനുള്ളിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്തെങ്കിലും എനിക്ക് ഏറ്റവും അഭിമാനകരമായിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ, ഒരു ഡയറക്ഷൻ കണ്ടെത്തി. ഞാൻ എൻ്റെ ജീവിതം ഏത് ഡയറക്ഷനിൽ പോകണം എന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അപ്പോൾ ആ ഡയറക്ഷനിൽ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം അക്കമിട്ട് ഇങ്ങനെ എഴുതിയിരിക്കും. അതിൻ്റെ അതിലൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുക എന്നുള്ളതുണ്ട്, ഡെയിലി എക്സസൈസ് ചെയ്യുക എന്നുള്ളതുണ്ട്, വീഡിയോ ചെയ്യുക എന്നുള്ളതുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഏകദേശം 10-33 കാര്യങ്ങളോളം ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക, അവിടെ ടിക്ക് ചെയ്യുക, കിടന്നുറങ്ങുക. ഇതാണ് എൻ്റെ ഒരു ഡെയിലി ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്, ഡെയിലി ഇങ്ങനെ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഡെയിലി ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുക. അപ്പോൾ അത് ഒരു 50 ദിവസം 60 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോഴുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ആദ്യം പറഞ്ഞ ആക്ഷൻസ് എടുക്കാനുള്ള എനർജി അത് കുറച്ച് കുറഞ്ഞു കിട്ടും. രണ്ട്, ഈ ആക്ഷൻസ് എടുക്കണമെന്നുള്ള ചോദ്യം അവിടെ ഇല്ലാതായി തരും. അപ്പം വളരെ കുറച്ച് എനർജിയിൽ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും. ഒരിക്കൽ ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കാൻ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട്, ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് പോലും അറിയില്ല, അപ്പോൾ എന്താണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ മാനുഫാക്ചറിങ് പ്രോസസ്സുകളിലൊക്കെയാണ് അത് സാധാരണ ചെയ്യാറ്. റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എൻ്റെ ഒരു കൺസെപ്റ്റിൽ നിത്യജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറേ കാര്യങ്ങൾ കാണും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു 20കളിലൊക്കെ ജീവിക്കുന്ന വ്യക്തിക്ക് ആ ഒരു സമയത്തും ഐഡൻറ്റിറ്റി കൺഫ്യൂഷനും, ഒരു റോക്ക് സ്റ്റാർ ആയാലോ, അല്ലെങ്കിൽ ഒരു റൈഡർ ആയാലോ, അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ ജോലി നോക്കാൻ പോയാലോ, അല്ലെങ്കിൽ IT-യിൽ ഒരു പ്രോഗ്രാമർ ആയാലോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളിങ്ങനെ പല സമയത്ത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആശയങ്ങൾ വരുന്ന സമയത്ത് അതിനെ റാപ്പിഡ് പ്രോട്ടോടൈപ്പ് ചെയ്യാം. അതായത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന ഏറ്റവും ചെറിയ മോഡൽ ഉണ്ടാക്കുക, ആൾക്കാരിലേക്ക് കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും, അതിന് വേണ്ട ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് അത് മാറ്റം വരുത്തുകയും ചെയ്യാം. നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ആൾക്കാരൊന്നും അത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ സംതൃപ്തി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ പരിശ്രമിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇനഫ് ടൈം പരിശ്രമിച്ചതിന് ശേഷം ആ സാധനം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും.
റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുകയാണെങ്കിൽ പല കാര്യങ്ങളും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുന്നതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഹാബിറ്റ്സ് ഫോം ചെയ്യുന്നതിലൂടെ, അതായത് ചെറിയ ചെറിയ ഹാബിറ്റ്സ് ആണെങ്കിൽ പോലും ഫോം ചെയ്യുന്നതിലൂടെ ആ നമ്മുടെ മേഖല ഏതാണോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ നാസ് ഡെയിലി അല്ലെങ്കിൽ അതുപോലുള്ള ഒത്തിരി വ്ളോഗേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ് ഏകദേശം ഒരു 1000 വീഡിയോ എങ്കിലും ചെയ്യണമെന്നുള്ളത്. ഒരു 1000 വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഡെയിലി ഒരു വീഡിയോ ചെയ്യുക, ഇടയ്ക്ക് ഈ വീഡിയോയെക്കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തുക, അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 60 വീഡിയോയിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡെയിലി വീഡിയോ ചെയ്ത് വരുമ്പോൾ ഒരു 3 വർഷത്തെ കാലയളവിനുള്ളിൽ എനിക്ക് ചിലപ്പോൾ 1000 എന്നുള്ള ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുകയും ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ആശയങ്ങൾ രണ്ടാണ്. ഒന്ന് റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ്, രണ്ടാമത് ഹാബിറ്റ്സ് എന്നുള്ള കാര്യം. ജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.